Alhamdulillah wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in, amma ba'd. Bismillahil azimil qudrati washan shadidil batishi wal burhan hafidhuddin wal Qur'an. Bismillah ma sha Allah kan. A'udhu bi kalimatillahi tammati min kulli shaytanin wa hamma wa min kulli aynin lamma. As-salatu was-salamu alayka ya sayyidi ya Rasulullah. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ സകലമായ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം അല്ലാഹ്. നീ പൊണീച്ചു കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന, ഈ മജ്ലിസ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾക്ക് അവരെ ഹൃദയങ്ങളിൽ, അവരെ കൽബുകളിൽ ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കണം അല്ലാഹ്. നീ പൊണീച്ചു കൊടുക്കണം അല്ലാഹ്. നീ സഫലീകരിക്കണം അല്ലാഹ്. നീ സഫലീകരിക്കണേ തമ്പുരാനെ, അർഹമർ റഹീമീനായ തമ്പുരാനെ. ഈ മജ്ലിസിൽ പങ്കെടുത്ത കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അവരെ ഖബറിടം നീ വെളിച്ചമാക്കണല്ലോ. അവർക്ക് നീ പുറത്തു കൊടുക്കണല്ലോ, മഅഫറത്ത് കൊടുക്കണല്ലോ, മർഹമത്തിലാക്കണല്ലോ. ഞങ്ങൾ മജ്ലിസിൽ ചൊല്ലുന്ന അതിൻ്റെ മിസ്ല സവാബ്, ഞങ്ങൾ മജ്ലിസിൽ ചൊല്ലുന്നതായതിൻ്റെ മിസ്ല സവാബ് അവരെ ഖബറുകളിലേക്ക് നീ എത്തിക്കണല്ലോ. ഖബർ പ്രകാശിപ്പിക്കണേ റബ്ബ്, ഖബർ പ്രകാശിപ്പിക്കണല്ലോ. പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ രോഗികളാണ്. നിങ്ങളെ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഇന്ന രോഗത്താൽ പ്രയാസത്തിലാണ്, നിങ്ങളെ ദുആ ചെയ്യണേ. ക്യാൻസർ രോഗികള്, ഡയാലിസിസ് രോഗികള്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവര്, കിഡ്നി സംബന്ധമായ രോഗമുള്ളവര്, തല സംബന്ധമായ രോഗമുള്ളവര്, കേൾവി ശക്തി കുറഞ്ഞു വരുന്നവര്, കൺകാഴ്ച മങ്ങി വരുന്നവര്, യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങൾ വന്നുകൊണ്ട് കിണുപ്പുകൾ സഞ്ചാരമുള്ളവര്, തൈറോയിഡ് ഉള്ളവര്, ഊരവേദനയും കാൽമുട്ട് വേദനയും പുറം വേദനയിലും പ്രയാസപ്പെടുന്നവര്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവര്, അതിൽ പ്രയാസം അനുഭവിക്കുന്നവര്, ഇബാദത്തിന് തടസ്സപ്പെടുന്ന രോഗമുള്ളവര്,
ഇങ്ങനെ എണ്ണിയാലും പറഞ്ഞാലും തീരാത്തത്ര രോഗങ്ങൾ ഉള്ളവർ നമ്മളെ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവിന് ശിഫ കൊടുക്കണം അല്ലാഹ്, ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. അത്തരം രോഗങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ, നൽകല്ല അല്ലാഹ്, നീ നൽകല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ദുആ വസിയത്തുകൾ കടമുള്ളവർ, തങ്ങളെ കടത്തിൽ പ്രയാസമാണ്, ഷഹീദിന്റെ പോലും പൊറുക്കാത്ത കടബാധിത അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല റബ്ബേ, നീ നൽകല്ല അല്ലാഹ്. മക്കളെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ജോലിക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഭർത്താവിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നവർ, ചെയ്യുന്നവർ, അല്ലാഹു എല്ലാം നീ റാഹത്തിലാക്കണം അല്ലാഹ്, എല്ലാം നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു നൽകണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹ് ഞങ്ങൾക്ക് നീ വിജയം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് പവിത്രമാക്കപ്പെട്ട റജബ് മാസത്തിലെ 18ാമത്തെ പകലിലാണ് നിങ്ങളെ റജബിന്റെ പകുതി കഴിഞ്ഞു. ഇന്നലെ നമ്മൾ മജ്‌ലിസിൽ പറഞ്ഞതുപോലെ എന്നാണ് റജബ് നമ്മളിലേക്ക് വന്നത്? റജബ് നമ്മളിലേക്ക് വന്നു, സലാം ചൊല്ലി റജബ് നമ്മളിലേക്ക് കടന്നു വന്നു. ആ റജബാണെങ്കിലോ പകുതി നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. നമ്മളിലേക്ക് കടന്നു വരുന്നത് പവിത്രമാക്കപ്പെട്ട ശഅബാൻ മാസമാണ്. ശഅബാൻ മാസം അത് നനയ്ക്കേണ്ട മാസമാണ്. ഇന്ന് ഈ മാസം വിത്തിടുകയും ശഅബാനിൽ അത് നനക്കുകയും പിന്നീട് റമളാനിൽ അത് കൊയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ 2 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട റമളാനിനെ വരവേൽക്കുകയാണ്, അതിനെ സ്വാഗതം ചെയ്യുകയാണ്. എങ്ങനെയാണ് സ്വാഗതം ചെയ്യുന്നത്? എല്ലാം കൊണ്ടും, നമ്മളെ ഹൃദയം കൊണ്ടും, നമ്മുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ സ്വാഗതം ചെയ്യാണ്. നമ്മളെ ഹൃദയങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്, തെറ്റുകളിൽ നിന്ന് വലിയ മുക്തത നേടുകയാണ്. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് പാപമോചനം നമ്മൾ തേടുകയാണ്. എന്തിനു വേണ്ടി? പവിത്രമാക്കപ്പെട്ട റമളാനിനെ സ്വാഗതം ചെയ്യാൻ. അതുമാത്രമല്ല, നമ്മളെ പരിസരങ്ങൾ നമ്മൾ വൃത്തിയാക്കുകയാണ്. റമളാനിനെ സ്വാഗതം ചെയ്യാൻ റഹ്മത്തിന്റെ മലായികത്തീങ്ങള് നിരന്തരമായിട്ട്, അതായത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പവിത്രമാക്കപ്പെട്ട റമളാൻ മാസത്തില് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ബെഡ്റൂം ഇങ്ങനെ വലുതായി വൃത്തിഹീനമായിട്ട് കിടക്കുന്നത്, പരിസരം മുറ്റങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്നത് പറ്റൂല. അവിടെ റഹ്മത്തിന്റെ മലായികത്തീങ്ങൾ ഇറങ്ങൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നമ്മൾ പരിപൂർണമായിട്ട് നനച്ചു കുളിക്കാൻ പോവാണ്, അല്ലേ? ശഅബാനിൽ, റജബിൽ ചെയ്യുന്നവരുണ്ട്, ശഅബാനിൽ ചെയ്യുന്നവരുണ്ട്. വെറുതെ ഈ നനച്ചുകുളി എന്ന് പറയുന്നത് നമ്മളെ വീടും പരിസരവും നമ്മളെ മുറ്റവും അടിച്ചുവാരി വൃത്തിയാക്കി കൈയുടെ തുടച്ചിടൽ മാത്രമല്ല, ആദ്യം നനച്ചു കുളിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് മുഅ്മിനീങ്ങളെ. വീട് കിച്ചണിൽ എല്ലാ പാത്രങ്ങളെടുത്ത് കൈകെടുത്ത് വെച്ച് എല്ലാം തുടച്ച് വാതിലൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കി ഇടലല്ല നനച്ചുകുളി. അതുമാത്രമല്ല നനച്ചുകുളി, ഹൃദയം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മളെ ഹൃദയത്തിനെ നനച്ചു കുളിപ്പിക്കുക. നമ്മളെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങളുണ്ട്, അറിയാതെ വന്നു പോയ പാപങ്ങളുണ്ട്. എല്ലാം കൈകി ശുദ്ധിയാക്കണം. റമളാൻ വരുന്നതിന് മുമ്പേയായി അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ, അതിന് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇങ്ങനെയുള്ള മജ്‌ലിസ് അതിന് വലിയൊരു കാരണമാകും, അതിന് വലിയൊരു സബബാകും. മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള മജ്‌ലിസ്, നമ്മൾ ഇങ്ങനെയുള്ള മജ്‌ലിസിൽ നമ്മൾ ചൊല്ലുന്നത് എന്താണ്? ഇസ്തിഗ്ഫാറുകളാണ്, സ്വലാത്തുകളാണ്, ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിൽ ധാരാളമായി ചൊല്ലുന്നുണ്ട്, സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ ഈ ഒരു മജ്‌ലിസിനെ, അല്ലാഹു ഖബൂലാക്കട്ടെ. ധാരാളം ആളുകൾക്ക് ഉത്തരം ലഭിച്ച മജ്‌ലിസാണ്. അതുകൊണ്ടാണ് നമ്മളെ മജ്‌ലിസിൽ ഓരോരുത്തർ പങ്കെടുക്കുന്നത്, സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ട്. സ്ഥിരമായി 2-3 ദിവസമല്ലെങ്കിലും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളെ മജ്‌ലിസിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് സ്ഥിരമായി നമ്മളെ മജ്‌ലിസിൽ അംഗമായവരുണ്ട്. അവർക്കൊക്കെ പ്രതീക്ഷയാണ് മജ്‌ലിസ്. എന്താണ്? എൻ്റെ കാര്യങ്ങൾ റെഡിയാകും ഈ മജ്‌ലിസ് കൊണ്ട്,
റെഡിയായവര് കല്യാണ കാര്യങ്ങള്, ജോലി കാര്യങ്ങള്, ഹോസ്പിറ്റലിൽ നിന്ന് പോലും മടക്കിയ കേസുകള്, ഈ മജ്‌ലിസ് കൊണ്ട് റാഹത്തായ ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകൾ കടങ്ങൾ തീർന്നവര്, അതിന്റെ മാർഗങ്ങളുമായി ഞങ്ങൾ മജ്‌ലിസിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവരാണ്. ഇപ്പൊ റാഹത്തുണ്ട്, ഭർത്താവിന്റെ ഹൈറായ ജോലിയുണ്ട്, നല്ല സാലറി ഉണ്ട്, കുഴപ്പമില്ല, ഞങ്ങളെ കടം വീടാൻ അത് മതി തങ്ങളെ എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. ഈ മജ്‌ലിസ് കാണാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾ കൈവിടൂല, ഞങ്ങൾക്ക് റാഹത്താണ്. ഇത് വെറുതെ മജ്‌ലിസിനെ പറ്റി പുകഴ്ത്തി പറയേണ്ട എനിക്ക് ആവശ്യമില്ല. എന്നെ പോയി നമ്മൾ പറയാറില്ലല്ലോ. ഓരോരോ കേസുകൾ വരുമ്പോൾ, ഓരോരോ കോളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ മെസ്സേജുകൾ വരുമ്പോൾ ഇതാണ് സന്തോഷം. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ മജ്‌ലിസ് അല്ലല്ലോ, നിങ്ങളെ മജ്‌ലിസ്. അതുകൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത്, അല്ലാഹുവേ ഈ മജ്‌ലിസിനെ നീ ഏറ്റി ഉയർത്തണം അല്ലാഹുവേ, ദറജനെ ഏറ്റി ഉയർത്തണം അല്ലാഹ്. മഹാനായ ഉപ്പാപ്പ ജമലുല്ലൈലി പാപ്പയുടെ ദറജനെ ഏറ്റി ഉയർത്തണം അല്ലാഹ്, ഏറ്റി ഉയർത്തണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കാണ്. കൂടുതലൊന്നും പറയുന്നില്ല, ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വിളിച്ചു വരുത്തിക്കോളി. ഇൻഷാ അല്ലാഹ് ഇരിക്കി. കുറേ ആളുകളുണ്ട്, മറ്റുള്ള ആളുകളിലേക്ക്, നാത്തൂനിലേക്ക്, ഇളച്ചയിലേക്ക്, അയൽവാസികളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക്, കുടുംബ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഇൻഷാ അല്ലാഹ് ഇതിനെ ഷെയർ ചെയ്യുന്നവരുണ്ട്, അറിയിച്ചു കൊടുക്കുന്നവരുണ്ട്, അവരൊക്കെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നവരുണ്ട്, നമ്പർ അയച്ചു തരുന്നവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹുവേ, അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹുവേ നീ സൽക്രമമായി സ്വീകരിക്കണം റബ്ബേ, ഒരു മുതൽ കൂട്ടാക്കണേ റബ്ബേ. അവരെ ഖബറുകളിലേക്ക്, അവരിലേക്കൊരു മുതൽ കൂട്ടാക്കണേ വരാനേ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്‌ലിസിനെ ആത്മാർത്ഥമായി ഇട്ടം വെക്കുന്ന ധാരാളം സഹോദരിമാര്, ഉമ്മമാര്, ഈ ആളുകളുണ്ട്. എണ്ണി പറയാൻ വയ്യ. കാരണം ആരെങ്കിലും ഒരാൾ വിട്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ്. കാരണം അത്ര ആളുകളുണ്ട്. നമ്മളെ മജ്‌ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട്, നേർച്ചകൾ അയക്കുന്നവരുണ്ട്, അതിലെ പലഹാരങ്ങൾ എത്തിക്കുന്നവരുണ്ട്. അവരെ വീട്ടിൽ എന്തുണ്ടായോ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അങ്ങക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ്. അത്രയും സ്നേഹിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ഒരു സ്നേഹം, ഈ ഒരു ബന്ധം അല്ലാഹുവേ നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ റബ്ബേ, നീ സ്വർഗ്ഗത്തിലെത്തിക്കണം അല്ലാഹ്, നീ സ്വർഗ്ഗത്തിലെത്തിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا فقر الديما والسلواري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سلطان الهند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب
عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي حسن زمن الليل كدلندي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيما مدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മർ റഹീമീനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു 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 ലാ
إله إلا الله لا 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 إله إلا الله അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവിന്റെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് നീ പ്രകാശിപ്പിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ് അല്ലാഹ് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ് നീ മർഹമത്ത് കൊടുക്കണം അല്ലാഹ് അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണം അല്ലാഹ് ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണ് അല്ലാഹ് ഞങ്ങളും മൗത്താകും അല്ലാഹ് അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണം അല്ലാഹ് ഖബറിൽ രക്ഷ നൽകണം അല്ലാഹ് നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണം അല്ലാഹ് ഖബറിൽ നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 അർഹമുറാഹിമീനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ് ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ് നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ് അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ് ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ് കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് അതിന്റെ ത്വരീഖ് നീ
എളുപ്പമാക്കി കൊടുക്കണല്ലോ, എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. അർഹമർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മലൂക്കായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ്, ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ്. ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ്, ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ്, ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്, ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ്, നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ്, നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ്, ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്. അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ്. ഈ വലിയതായി മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ്. അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ്, ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ്, ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ. സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم
لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر
الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحمن الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ നമുക്ക് വായിച്ച് കൂട്ടമായി ദുആ ചെയ്തു അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ എൻ്റെ മകൻ്റെയും ഭർത്താവിൻ്റെയും തലവേദന പൂർണ്ണമായി ശിഫ ലഭിക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു ആജിലായി കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ് എൻ്റെ മകൻ്റെ ഖൈറായ ജോലി ലഭിക്കാൻ ദുആ ചെയ്യണം ഞങ്ങളെ ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിക്കണം അല്ലാഹ് ഞങ്ങളെ മകന് നല്ല ഒരു ജീവിത മാർഗം കാണിച്ചു കൊടുക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ അല്ലാഹു നല്ല മാർഗം നല്ലൊരു ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ അസുഖങ്ങൾ മാറാൻ പ്രത്യേകം ദുആ ചെയ്യണേ അല്ലാഹു എല്ലാ അസുഖങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ് എൻ്റെ മകളുടെ പേടി മാറാൻ ദുആ ചെയ്യണേ ഞങ്ങളെ അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ പേടി മാറ്റി കൊടുക്കണം അല്ലാഹ് എല്ലാവരെയും എല്ലാ അപകടത്തെ തൊട്ടും കാത്ത് സംരക്ഷിക്കാൻ ഞങ്ങളെ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാ പ്രയാസങ്ങളും മാറാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ് ഉസ്താദേ എൻ്റെ കാൽവേദന മാറാൻ ദുആ ചെയ്യണേ അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ് എല്ലാ പ്രയാസവും മാറാൻ രോഗം ശിഫയാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ് രോഗങ്ങൾക്ക് ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ തങ്ങളെ എനിക്കും മക്കൾക്കും ആങ്ങളക്കും അവരുടെ മക്കൾക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് ലഭിക്കാൻ മരിച്ചുപോയ ഉമ്മ മറ്റു വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണേ അവരുടെ ഖബറുടെ നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ് ഉസ്താദേ മകന്റെ ഖൈറായ വിവാഹം പെട്ടെന്ന് തന്നെ ശരിയാവാൻ ഈ നോമ്പിന്റെ മുമ്പ് തന്നെ ശരിയാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ചു കൊടുക്കണം അല്ലാഹ് മരുമകൻക്ക് വീണ്ടും ഊരവേദന തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് സുഖപ്പെടാൻ ഞങ്ങളിപ്പോൾ ദുആ ചെയ്യണേ കച്ചവടത്തിലും ബിസിനസ്സിലും ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ കച്ചവടത്തിലും ബിസിനസ്സിലും ബർക്കത്ത് കൊടുക്കണം അല്ലാഹ് ആ ഊരവേദന എത്രയും പെട്ടെന്ന് നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് കാവലുണ്ടാവാൻ ഞങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹു എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ് എല്ലാ ഉപദ്രവങ്ങളും നീ തീർത്ത് സലാമത്ത് കൊടുക്കണം അല്ലാഹ് റാഹത്തുള്ള ജോലി ലഭിക്കാൻ ദുആ ചെയ്യണേ
ഭർത്താവിൻ്റെ തലവേദന മാറാൻ ദുആ ചെയ്യണേ അല്ലാഹു ശിഫ കൊടുക്കണം. അല്ലാഹ് ഉമ്മച്ചാടെ ക്യാൻസർ രോഗം മാറാൻ ദുആ ചെയ്യണം. അല്ലാഹു ആജിലായ കാമിലായ പരിപൂർണ്ണ ശിഫ കൊടുക്കണം. അല്ലാഹ് ഒരുപാട് സങ്കടത്തിലാണ്, ഒരുപാട് പ്രയാസത്തിലാണ് ദുആ ചെയ്യണം. അല്ലാഹു എല്ലാ സങ്കടവും എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം. അല്ലാഹ് അസ്സലാമു അലൈക്കും തങ്ങളെ. എൻ്റെ ഉമ്മച്ചാടെ ചെക്കപ്പ് അടുത്ത മാസത്തിലാണ്. ഖൈറാവാൻ ദുആ ചെയ്യണം, ഖൈറിലാക്കി കൊടുക്കണം. അല്ലാഹ് എക്സാമിൽ ഉന്നത വിജയം കിട്ടാൻ ദുആ ചെയ്യണേ. ഭർത്താവിൻ്റെ ജോലിയിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണം. അല്ലാഹ് എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണേ. വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്യണേ. വളരെ പ്രയാസത്തിലാണ് ഞങ്ങളെ ദുആ ചെയ്യണേ. എൻ്റെയും ഉപ്പായുടെയും ഉമ്മയുടെയും അസുഖം മാറാൻ ദുആ ചെയ്യണേ. സിഹ്ർവാത്തിലാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്ത് എല്ലാ മുറാദും ഹസിലാവാൻ ദുആ ചെയ്യണേ. ജോലിക്ക് പോവാൻ മടിയാണ്, മടി മാറാൻ ദുആ ചെയ്യണേ. എൻ്റെ മക്കളും നല്ല പഠിപ്പുണ്ടാവാൻ ദുആ ചെയ്യണേ, പ്രത്യേകം ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസിലാക്കണം. അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം. അല്ലാഹ് നീ പൊണീച്ച് കൊടുക്കണേ തമ്പുരാനെ, നീ പൊണീച്ച് കൊടുക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ദുആയിലേക്ക് കടക്കണം. അങ്ങനെ ധാരാളം ആളുകളുണ്ട്, അവരെ ഹൃദയങ്ങളിൽ അവരെ കൽബുകളിൽ മുറാദുകൾ കരുതിയവരുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാ ഹലാലായ മുറാദും നീ ഹസിലാക്കണം. അല്ലാഹ് അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിക്കണം. അല്ലാഹ് നീ പൊണീച്ച് കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കണം. മാർത്തമായിട്ട് ഇഖ്ലാസോടുകൂടി ആമീൻ പറയും. അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ. മജ്ലിസിൽ പ്രത്യേക
പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ജോലി ഉള്ളവർക്ക് അല്ലാ അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാ. അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. റൗഡികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹു ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്ന
തന്നവരുണ്ട് അല്ലാഹ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. നീ പരിപൂർണ്ണ ശിഫ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്, അവർക്ക് കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്, അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും
ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ, ഖബറിൽ കൂട്ടാളിയാക്കണല്ലോ. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണല്ലോ, വിശാല നൽകണല്ലോ, വിശാല നൽകണേ തമ്പുരാനെ റഹ്മുർ-റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകുമല്ലോ. ഞങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തുമല്ലോ. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടുമല്ലോ. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ, മുഖത്തീമാനിന്റെ പ്രഭ നൽകണമല്ലോ. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ, അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ റഹ്മുർ-റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.